ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു ഫ്രൂട്ട് ചെടിയിൽ നിന്നും വിളവെടുക്കാം. ഇതാണ് ആ ഫ്രൂട്ട് ചെടി. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. കണ്ടില്ലേ, വലിയ മരമായിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇപ്പം പൊട്ടിച്ചെടുക്കാം. ഇത് ഗ്രീൻ മിൽക്ക് ഫ്രൂട്ടാണ് കേട്ടോ. ഗ്രീൻ കളറിലുള്ള മിൽക്ക് ഫ്രൂട്ടാണ്. ഇത് കുറച്ച് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-3 എണ്ണമൊക്കെ മുകളിലോട്ടുണ്ട്. അത് നമുക്കിന്ന് വിളവെടുക്കാം. ഇത് മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിത് വിളവെടുക്കണം. പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വീണ നാലെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. മിൽക്ക് ഫ്രൂട്ട് 4 എണ്ണം കിട്ടി. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങൾക്കൊരു ചുമന്ന മിൽക്ക് ഫ്രൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പഴുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. ഇതാണ് ചുവന്ന മിൽക്ക് ഫ്രൂട്ട്. ഇത് ഞങ്ങൾ ചുവപ്പാണെന്ന് അറിയാതെയാണ് കൊണ്ട് നട്ടത്, രണ്ടും നട്ടത്. അപ്പോൾ ഒന്ന് ഗ്രീനുമായി ഒന്ന് ചുവപ്പുമായി. ഇപ്പോൾ കാഴ്ചപ്പോഴാണ് അത് ചുവപ്പാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അത് 2 എണ്ണം നിൽപ്പുണ്ട്. ഇത് ഇതുവരെ ഞങ്ങൾ വിളവെടുത്തിട്ടില്ല. അപ്പം അതും കൂടി നമുക്ക് പറിക്കാം. തോട്ട വലുതായിട്ട് ചെടി ചെറുതുമാണ്. അപ്പം ഇത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് വീണ് ഇനി ഒന്നുകൂടി ഉണ്ട്. പഴുത്തോന്നറിയില്ല. ഇത് റെഡ് കളറായതുകൊണ്ട് നമുക്ക് പഴുക്കുമെന്ന് സംശയമാണ്. പഴുക്കാൻ അതായത് വീട് സ്ഥലമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട്. കുറച്ച് സ്ഥലം വേണമെന്നേ ഉള്ളൂ. അപ്പം എല്ലാ ഫ്രൂട്ട് ചെടികൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, ഫ്രൂട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ഫ്രൂട്ട് തന്നെയാണ് മിൽക്ക് ഫ്രൂട്ടും. ഇത് ഒരു പാലിൻ്റെ ഒരു ടേസ്റ്റും ഒരു കരിക്കിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഷേക്ക് അടിക്കാനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു തണൽ വൃക്ഷമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഒരു അലങ്കാര ചെടി പോലെ ഇത് നല്ല മനോഹരമായ ഒരു വൃക്ഷം എന്ന് പറയാൻ അത്ര വലുതാവില്ലെങ്കിലും നമുക്ക് 3 വർഷം കൊണ്ട് തന്നെ ഒരു തണൽ മരമായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മിൽക്ക് ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുക. ധൈര്യമായി തന്നെ വെച്ചോളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.